ഓം ശാന്തി 6/1/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഓരോ സംസാരവും വളരെ മധുരവും ഫസ്റ്റ് ക്ലാസ്സും ആയിരിക്കണം. ഏതുപോലെ ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണോ, ഇതുപോലെ ബാബയ്ക്ക് സമാനം എല്ലാവർക്കും സുഖം കൊടുക്കണം. നമ്മുടെ സംസാരവും പെരുമാറ്റവും വളരെ മാധുര്യം നിറഞ്ഞതും ഫസ്റ്റ് ക്ലാസ്സും ആയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയുമാണ് നാം എല്ലാവരുടെയും സമ്പർക്കത്തിലും സംബന്ധത്തിലും വരുന്നത്. ഇതിലൂടെയാണ് നമ്മുടെ കൊടുക്കൽ വാങ്ങൽ ഉണ്ടാകുന്നത്. അതായത് കർമ്മത്തിൻ്റെ ഗഹനഗതി സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയുമാണ് ഉണ്ടാകുന്നത്. എത്രത്തോളം നാം സുഖം നൽകുന്നുവോ അത്രയും നാം ശ്രേഷ്ഠരാകുകയാണ്. സുഖം നൽകുക അർത്ഥം ശ്രീമതമനുസരിച്ച് സുഖം നൽകുക എന്നാണ്. മാത്രമല്ല ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. ഇങ്ങനെയുള്ള ബാബയുടെ കുട്ടികളാകുമ്പോൾ ഒരിക്കലും ആർക്കും ഒരു തരത്തിലും ദുഃഖം കൊടുക്കരുത്. ബാബയെപ്പോലെ എല്ലാവർക്കും സുഖം കൊടുക്കണം. ചോദ്യം: ലൗകിക ബന്ധുമിത്രാദികൾക്ക് ജ്ഞാനം കൊടുക്കുന്നതിനുള്ള യുക്തി എന്താണ്? ഉത്തരം: ഏത് ബന്ധുമിത്രാദികളാകട്ടെ അവരോട് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. മനസ്സിലാക്കി കൊടുക്കണം, ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. ബാബ രുദ്രജ്ഞാനയജ്ഞം രചിച്ചിരിക്കുകയാണ്. ഞാൻ താങ്കളോട് സത്യം പറയുകയാണ്, ഭക്തി തുടങ്ങിയവ ജന്മജന്മാന്തരം ചെയ്തു. ഇപ്പോൾ ജ്ഞാനം തുടങ്ങുകയാണ്. എപ്പോൾ അവസരം ലഭിക്കുന്നുവോ വളരെ യുക്തിയോടെ സംസാരിക്കൂ. കുടുംബ പരിവാരത്തിൽ വളരെ സ്നേഹത്തോടെ മുന്നോട്ടു പോകൂ. ആർക്കും ഒരിക്കലും ദുഃഖം കൊടുക്കരുത്. ബന്ധുമിത്രാദികളെയും ജ്ഞാനത്തിൽ കൊണ്ടുവരുന്നതിനുള്ള യുക്തി ബാബ കേൾപ്പിക്കുകയാണ്. എല്ലാവരോടും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. അതിനർത്ഥം എല്ലാവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തണം. എന്നിട്ട് പതുക്കെ യുക്തിപൂർവമാണ് അവരോട് ഈ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് മഹാഭാരത യുദ്ധം ഉണ്ടാവാൻ പോവുകയാണ്. എന്നാൽ ബാബ വിശ്വപരിവർത്തനത്തിനായി രുദ്രജ്ഞാനയജ്ഞം രചിച്ചിരിക്കുന്നു. ഈ യജ്ഞത്തിൽ നാം നമ്മുടെ മോശമായതെല്ലാം സ്വാഹ ചെയ്യുന്നു. അതായത് അവഗുണങ്ങളും ദുഃഖവും കർമ്മക്കണക്കുകളും എല്ലാം. നാം ഇത്രയും നാളും ചെയ്തിരുന്നത് ഭക്തിയാണ്. ഭക്തി എന്നാൽ നാം മറ്റുള്ളവരുടെ ആരാധന നടത്തുകയാണ്. എന്നാൽ ഇപ്പോൾ ബാബ വന്ന് നമുക്ക് ജ്ഞാനം തരുന്നു. ഈ ജ്ഞാനത്തിലൂടെ നമുക്ക് വിവേകവും ഉണ്ടാകുന്നു. ഇപ്രകാരം യുക്തിപൂർവം സംസാരിക്കണം. അതും അവസരം ലഭിക്കുമ്പോഴാണ് സംസാരിക്കേണ്ടത്. എല്ലാവരുമായി വളരെ സ്നേഹത്തോടെ മുന്നോട്ടേക്ക് പോകണം. ഒരിക്കലും ആർക്കും ദുഃഖം കൊടുക്കരുത്. ഗീതം അവസാനം ആ ദിനം വന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ജോലി തുടങ്ങിയവയിൽ നിന്ന് ലീവ് ലഭിക്കുകയാണെങ്കിൽ ഓർമ്മയിലിരിക്കാനുള്ള വ്രതമെടുക്കണം. മായയുടെ മേൽ വിജയം പ്രാപ്തമാക്കുന്നതിന് ഓർമ്മയുടെ പരിശ്രമം ചെയ്യണം. 2. വളരെ വിനയത്തോടെ സ്നേഹഭാവത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ബന്ധുമിത്രാദികളുടെ സേവനം ചെയ്യണം. അവരുടെ ബുദ്ധിയെ അലയിക്കരുത്. സ്നേഹത്തോടെ ബാബയുടെ പരിചയം കൊടുക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അതിനായി ജോലി വേലകളിൽ നിന്ന് അല്പമെങ്കിലും സമയം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഓർമ്മയിലിരിക്കാനുള്ള വ്രതമെടുക്കണം. മായയെ ജയിക്കുന്നതിന് വേണ്ടി ഓർമ്മയുടെ പരിശ്രമം നാം ചെയ്യുക തന്നെ വേണം.
മായ ആക്രമിക്കുന്നത് മനസ്സിനെയും ബുദ്ധിയെയുമാണ്. ആ മനസ്സും ബുദ്ധിയും കൊണ്ട് തന്നെയാണ് ബാബയെ ഓർമ്മിക്കേണ്ടതും. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബന്ധുമിത്രാദികളുടെ സേവനം ചെയ്യണം. വിനയമുള്ളവരായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം, സന്തോഷത്തോടെ അവരുടെ സേവനം ചെയ്യണം. ഒരിക്കലും അവരിൽ കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയെ അലയിക്കുന്ന തരത്തിൽ പെരുമാറരുത്. സ്നേഹത്തോടെ വേണം ബാബയുടെ പരിചയം കൊടുക്കേണ്ടത്. വരദാനം: നടക്കുമ്പോഴും തിരിയുമ്പോഴും ഫരിഷ്ത സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കുന്ന സാക്ഷാത്കാരമൂർത്തരായി ഭവിക്കട്ടെ. ഏതുപോലെ തുടക്കത്തിൽ നടക്കുമ്പോഴും തിരിയുമ്പോഴും ബ്രഹ്മാവ് മാറി ശ്രീകൃഷ്ണനെ കാണപ്പെടുമായിരുന്നു. ഈ സാക്ഷാത്കാരമാണ് എല്ലാവരെയും വിടുവിപ്പിച്ചത്. ഇങ്ങനെ സാക്ഷാത്കാരത്തിലൂടെ ഇനി സേവനം ചെയ്യൂ. എപ്പോൾ സാക്ഷാത്കാരത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകുന്നുവോ അപ്പോൾ അതുപോലെ ആയിത്തീരാതെ ഇരിക്കുക സാധ്യമല്ല. ഇതിനാൽ നടക്കുമ്പോഴും തിരിയുമ്പോഴും ഫരിഷ്ത സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കൂ. പ്രഭാഷണം ചെയ്യുന്നവർ വളരെയുണ്ട്, എന്നാൽ താങ്കൾ അനുഭവം നൽകുന്നവരാകൂ. അപ്പോൾ മനസ്സിലാക്കും ഇത് അല്ലാഹുവിൻ്റെ ആൾക്കാരാണ് എന്ന്. യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മബാബയ്ക്ക് പകരം ശ്രീകൃഷ്ണൻ്റെ സാക്ഷാത്കാരമാണ് പലർക്കും ലഭിച്ചിട്ടുള്ളത്. ആ സാക്ഷാത്കാരം കാണുമ്പോൾ അതുപോലെ ആയിത്തീരാനും അതേ പ്രാപ്തി ഇനിയും ഉണ്ടാകുന്നതിന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുന്നു. അപ്രകാരമാണ് യജ്ഞം സ്ഥാപിതമായത്. എന്നാൽ ഇപ്പോൾ ബാബ പറയുന്നു, അതുപോലെ നമ്മൾ കുട്ടികളും സാക്ഷാത്കാരം മൂർത്തരാകണം. നടക്കുമ്പോഴും തിരിയുമ്പോഴും ഫരിസ്തയാണ് എന്ന് മറ്റുള്ളവർക്ക് അനുഭവപ്പെടണം. വാചാ സേവനം ചെയ്യുന്നവർ ധാരാളമുണ്ട്, എന്നാൽ ഈ അനുഭവം നൽകുന്നവരാകണം. അപ്പോൾ ലോകർ മനസ്സിലാക്കും ഇത് അല്ലാഹുവിൻ്റെ ആൾക്കാർ തന്നെയാണ് എന്ന്. സ്ലോഗൻ: സദാ ആത്മീയ രസം അനുഭവിച്ചുകൊണ്ടിരിക്കൂ, എങ്കിൽ ഒരിക്കലും തളരില്ല. ആരാണോ ആത്മീയ അനുഭൂതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരിക്കലും ഒരു കാര്യത്തിലും ക്ഷീണമുണ്ടാകില്ല. കാരണം ക്ഷീണം ഏറ്റവും ആദ്യം വരുന്നത് മനസ്സിലാണ്. എന്നാൽ ആത്മീയ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൊരിക്കലും നെഗറ്റീവായൊരു ഫീലിങ്ങിന് സ്ഥാനമുണ്ടാകുന്നില്ല. അതിനാൽ അവർക്കൊരിക്കലും ഒരു കാര്യത്തിലും തളർച്ചയുണ്ടാകുന്നില്ല, ആശയക്കുഴപ്പവും ഉണ്ടാകുന്നില്ല. ഓം ശാന്തി.